വില്ലുമംഗലം സ്വാമിയാർ. വില്ലുമംഗലം സ്വാമിയാരുടെ കഥയൊക്കെ ഞാൻ ഒരുപാട് തവണ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും കഥ പറയുന്നില്ല. വില്ലുമംഗലം സ്വാമിയാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശങ്കരാചാര്യരെ പോലെ തന്നെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഇന്ത്യയിൽ അങ്ങോളം സഞ്ചരിച്ചിട്ടുണ്ട്. വില്ലുമംഗലം സ്വാമിയാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ശിവഭക്തൻ, മഹാദേവ ഭക്തനായിരുന്നു വില്ലുമംഗലം സ്വാമിയാർ. അദ്ദേഹം തൻ്റെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം വില്ലുമംഗലം സ്വാമിയാർ തൻ്റെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് തൃശ്ശൂരിലുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഭജനം പാർക്കാനായിട്ടെത്തുന്നത്. ഈ സമയത്ത് അദ്ദേഹം ചിന്താമണിയെ കാണുന്നു. പിന്നീട് ചിന്താമണിയുടെ വീട്ടിലെത്തിച്ചേർന്നു. കഥയിലേക്ക് കടക്കുന്നില്ല. ചിന്താമണിയുടെ വീട്ടിലെത്തിച്ചേർന്നു. അങ്ങനെ ചിന്താമണിയുടെ നിർദ്ദേശപ്രകാരം വില്ലുമംഗലം സ്വാമിയാർ ശിവലിംഗത്തിൽ പ്രാർത്ഥന നടത്തുകയാണ്. ഓം നമഃ ശിവായ പറഞ്ഞ് ശിവലിംഗത്തിൽ പ്രാർത്ഥന നടത്തുകയാണ് വില്ലുമംഗലം സ്വാമിയാർ. ഈ സമയത്ത് വില്ലുമംഗലം കണ്ണടച്ച് മഹാദേവനെ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് ശിവലിംഗത്തിൽ നിന്നും കോടാനുകോടി സൂര്യന്മാരുടെ പ്രഭയോടെ ശിവലിംഗത്തിൽ നിന്നും ശ്രീകൃഷ്ണ പരമാത്മാവ് ആവിർഭവിക്കുകയാണ്. വില്ലുമംഗലം സ്വാമിയാർ പൂജിച്ചത് മഹാദേവനെയാണ്. പക്ഷേ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവാണ്. വില്ലുമംഗലം സ്വാമിയാരുടെ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നൊരു പാഠം, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരൻ എന്നത് ഒരു മഹാസത്യമാണ്. യൂണിവേഴ്സ്, പ്രപഞ്ചമാണ്, സത്യപ്രപഞ്ചമാണ്, ഒരു ശക്തി. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരനെ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആരാധിക്കാം. ഈശ്വരനെ ആരാധിക്കാം. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന, മനസ്സിന് ഇണങ്ങുന്ന രൂപത്തിൽ നമുക്ക് ഈശ്വരനെ ആരാധിക്കാം. അത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ രൂപമാണെങ്കിൽ അങ്ങനെ, മഹാദേവൻ്റെ രൂപമാണെങ്കിൽ അങ്ങനെ, കാളീദേവിയുടെ രൂപമാണെങ്കിൽ അങ്ങനെ, ദുർഗാദേവിയുടെ രൂപമാണെങ്കിൽ അങ്ങനെ, ഏത് രൂപത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആരാധിക്കാം. ഈശ്വരൻ എന്തേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. നമ്മളൊക്കെ പല വഴികളിലൂടെ എല്ലാവരും നദികളൊക്കെ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ആരാധനാ രീതികൾ എന്താണ്, വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും ആരാധനാ രീതികൾ വ്യത്യസ്തമാണ്. അപ്പം ഞാൻ ആരാധന നടത്തുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾ ആരാധന നടത്തുന്നത്. കേട്ടോ, വ്യത്യസ്തമായിരിക്കും. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പരമമായ സത്യം എന്ന് പറയാൻ എന്താണ്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഏത് രൂപത്തിൽ വേണമെങ്കിലും ആരാധിക്കാം. നമ്മുടെ മനസ്സിൽ ഏത് രൂപത്തിലാണോ നമ്മളുടെ മനസ്സിൽ ഏത് രൂപമാണോ ഈശ്വരൻ, അതാണ് നമ്മളുടെ ഈശ്വരൻ. കേട്ടോ, നമ്മളുടെ മനസ്സിൽ രൂപമുണ്ടല്ലോ ഈശ്വരൻ, അതാണ് ഓരോരുത്തരുടെ ഈശ്വരൻ. അവരവരുടെ മനസ്സിലുള്ള രൂപമാണ് അവരവരുടെ ഈശ്വരൻ. കേട്ടോ, നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. കേട്ടോ, അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളുടെ വാക്കുകളോ പ്രവൃത്തികളോ മറ്റൊരാൾക്കോ സമൂഹത്തിനോ എന്തായിട്ട് മാറരുത്, ദ്രോഹമായിട്ട് മാറരുത്. നല്ല ചിന്തകളിലൂടെ, നല്ല കാഴ്ചപ്പാടുകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക.